ഒരു നിമിഷം കൂടി ദയവായിട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചുരുളുകൾ അഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു. എളിയവർക്ക് അത് അറിവ് നൽകുന്നു. കർത്താവേ, ഈ രാത്രിയിൽ നിൻ്റെ പാദാന്തികത്തിൽ ഞങ്ങളെല്ലാവരും ഇരിക്കുകയാണ്. അങ്ങയുടെ വചനത്തിൻ്റെ ചുരുളുകൾ ഞങ്ങൾക്ക് അഴിച്ചു തരണമേ. അത് ഗ്രഹിക്കാൻ ഞങ്ങളുടെ ഉള്ളങ്ങളെ പ്രകാശിപ്പിക്കണമേ. എളിയവരായ ഞങ്ങൾക്ക് അറിവും അനുഭവവും അഭിഷേകവും നൽകണമേ. ഈ നിയോഗത്തോടെ നമുക്കൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അടുത്ത് നിൽക്കുന്നവർ കരങ്ങളൊക്കെ ഒന്ന് കോർത്ത് പിടിച്ച് ഒരുമിച്ച് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കൊന്ന് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുകയാണ്. അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. അമ്മ ഞങ്ങളെ സഹായിക്കണമേ. തിരുവചനത്തിൻ്റെ പൊരുൾ ഗ്രഹിച്ച് ഈശോയുടെ വഴിയിലൂടെ നടക്കുവാൻ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരെയും സഹായിച്ചാലും. ഒരുമിച്ച് പ്രാർത്ഥിച്ചാലോ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ ഓരോരുത്തരും യോഗ്യരായി തീരുവാൻ ഈശോ മിശിഹായ്ക്ക് പരസ്പരം അടുത്ത് സ്തുതിയെ കൊടുക്കും. സ്ഥലമാണ് ഒരു 10-20 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ഒരുമിച്ച് ധ്യാനമൊക്കെ കൂടിയതാണ്. അങ്ങനെയുള്ളൊരു ചേട്ടനെ കാണാനായിട്ട് ഇടയായി. അപ്പോൾ ഞാനങ്ങനെ അറിഞ്ഞിരുന്നു അദ്ദേഹം ആ ധ്യാനത്തിൻ്റെ അനുഭവമൊക്കെ നഷ്ടപ്പെട്ട നിലയിലാണ്. നമുക്കൊക്കെ അങ്ങനെ പറ്റാറുണ്ട് അല്ലേ? ധ്യാനത്തിലേക്കും പ്രാർത്ഥനയിലേക്കും തീക്ഷ്ണതയിലേക്കും ഒക്കെ നമ്മൾ വരുന്നു, കൂട്ടായ്മയിൽ പോകുന്നുണ്ട്. പക്ഷേ നിലനിൽക്കാനായിട്ട് പലപ്പോഴും എനിക്ക് നിങ്ങൾക്കും പറ്റുന്നില്ല. അങ്ങനെ ഈ വ്യക്തി വീണു പോയതായിട്ട് ആ നാളുകളിൽ അറിയാനായിട്ടിടയായി. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ പഴയ കരിസ്മാറ്റിക് ചേട്ടനെ കാണാനായിട്ട് ഇടയായത്. അപ്പം അദ്ദേഹം എന്നോട് ചോദിച്ചത് ഇങ്ങനെയാണ്: ബ്രദർ, ഇപ്പോഴും പ്രാർത്ഥനയിലൊക്കെയാണോ? അങ്ങനെയുള്ള ചോദ്യം ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിലൊക്കെ ഉണ്ടോ, പഴയ കരിസ്മാറ്റിക് തീക്ഷ്ണതയൊക്കെ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം എനിക്ക് വായി തോന്നുന്ന പോലെ അന്നേരം പറഞ്ഞു, പ്രാർത്ഥിക്കാതെ എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക? ഹല്ലേലൂയ. പ്രാർത്ഥിക്കാതെ ജീവിക്കാൻ പറ്റുമോ? അപ്പം അദ്ദേഹം എന്നോട് മറുപടിയായിട്ട് ഇങ്ങനെ പറഞ്ഞു, ബ്രദറെ, അതെന്ത് വർത്താനമാണ് പറയണത്? പ്രാർത്ഥിക്കാതെ ഈ ലോകത്ത് എത്രയോ മനുഷ്യർ, സത്യമാണല്ലേ, നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, ഒത്തിരി പേര് ജോമാല കൊല്ലണില്ല, ആ സ്തുതിക്കുന്നില്ല, നമ്മളെപ്പോലെ പ്രാർത്ഥിക്കുന്നില്ല. ശരിയാണത്. അപ്പോൾ എനിക്ക് പെട്ടെന്നൊന്നും മറുപടി ഒന്നും ഉണ്ടായില്ല. അമളി പറ്റിയതുപോലെ എനിക്ക് തോന്നി. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ഒരു വെളിച്ചപ്രകാരം ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറയാൻ ഇടയായി. അതിങ്ങനെയായിരുന്നു: ഈ ലോകത്തിൽ ജഡത്തിൽ ജീവിക്കാൻ, ലോകാരൂപിയോട് താതാത്മ്യപ്പെട്ട് ജീവിക്കാൻ, നിത്യനാശത്തിൻ്റെ വഴിയിലൂടെ ജീവിക്കാൻ പ്രാർത്ഥന ആവശ്യമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ ഭൂമിയിൽ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ, സ്വർഗോന്മുഖനായി ജീവിക്കാൻ, വിശുദ്ധനായി ജീവിക്കാൻ പ്രാർത്ഥന കൂടാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ സാധ്യമല്ല. വലതുകൈ ഉയർത്തി വിശ്വസിക്കുന്നവർക്ക് പറയാം ഹല്ലേലൂയ. അതൊരു വലിയ യാഥാർത്ഥ്യമാണ്, അതൊരു വലിയ സത്യമാണ്. പഠിച്ചവരാണ് നമ്മളെല്ലാവരും. ഒരു വെള്ളത്തിൽ നിന്ന് ഒരു മീനിനെ കരക്കിട്ടാൽ കുറച്ചു നേരമൊക്കെ ആ പടയ്ക്കും കുതിറും പിന്നീട് അങ്ങ് നിശ്ചലവും. അതുപോലെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, യേശുവിൻ്റെ അരൂപിയുടെ വെളിച്ചം കിട്ടിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയിൽ നിന്നുള്ള അകൽച്ച അവൻ്റെ ആത്മാവിൻ്റെ നിലവാരത്തെ, അവൻ്റെ ആത്മാവിനെ ശോചനീയമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. സ്നേഹിതരെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട്
കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വായിക്കാനിടയായപ്പോൾ കിട്ടിയൊരു ചിന്ത ഓർക്കുകയാണ്. വളരെ പ്രസക്തമാണ്, ആനുകാലികമായി ഒത്തിരി പ്രസക്തിയുള്ളൊരു വചനമാണത്. 2744 ഖണ്ഡികയിൽ മതബോധന ഗ്രന്ഥം ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്: പ്രാർത്ഥനയ്ക്ക് തുല്യമായി മറ്റൊന്നില്ല. എന്താണ്? ആ പ്രാർത്ഥനയ്ക്ക് പകരം വെക്കാൻ പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നില്ല. എന്നിട്ട് സഭാപ്രബോധനം അങ്ങനെ തുടരുകയാണ്: അത് അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ദൈവശക്തിയാണ്. എന്താണ്? അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ദൈവശക്തിയാണെന്ന് സഭാപ്രബോധനം പഠിപ്പിക്കുകയാണ്. അത് ദുഷ്കരമായതിനെ വളരെ ലളിതമാക്കുന്ന ദൈവശക്തിയാണ്. എന്നിട്ട് ഇങ്ങനെയാണ് ആ വേട് അവസാനിപ്പിക്കുന്നത്: തീക്ഷ്ണമായി പ്രാർത്ഥിക്കുകയും നിരന്തരം യേശുനാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നവൻ പാപത്തിൽ പതിക്കുക അസാധ്യമാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളൊക്കെ കൂടെ വീണു പോകുന്നതിൻ്റെ ഒരു കാര്യം കൂടി അവിടെ സ്പഷ്ടമായിട്ട് പഠിപ്പിക്കുകയാണ്. അതിൻ്റെ ആദ്യ വചനം നമുക്ക് ശ്രദ്ധിക്കാം. പരിശുദ്ധ കത്തോലിക്ക സഭയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്: അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ദൈവശക്തിയാണ് പ്രാർത്ഥന. അത് ദുഷ്കരമായതിനെ വളരെ സിമ്പിളാക്കുന്നു, ലളിതമാക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാനും നിങ്ങളും ദൈവം തിരഞ്ഞെടുത്ത് ഈ പ്രാർത്ഥനാ കൂടാരത്തിൽ ഒരുമിച്ച് ചേരുമ്പോൾ എന്തുമാത്രം കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ അസാധ്യമായിട്ട് നിൽക്കുന്നത്. സത്യമല്ലേ? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അസാധ്യമായിട്ട് തോന്നുന്നു. ഈ രോഗം വൈദ്യശാസ്ത്രം ഒരു വേള അസാധ്യമെന്ന് പറഞ്ഞതാകാം. ഒരുപാട് കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും മുമ്പിൽ, പ്രത്യേകിച്ച് ഈ പുതുവർഷത്തിൻ്റെ ആദ്യ മാസങ്ങളിലൂടെയെല്ലാം കടന്നു പോകുമ്പോൾ നമുക്ക് ദുഷ്കരമായിട്ട് തോന്നുന്നു. ശരിയാണോ? പഠിക്കുന്ന കുട്ടികൾക്ക് പഠനം സംബന്ധിച്ചിടത്തോളം എന്താണ്? ഭയങ്കര ദുഷ്കരമാണ്. അവർക്ക് പഠനത്തിൽ കയറാൻ പറ്റുന്നില്ല. പാപത്തിൽ വീഴാതിരിക്കുക, പിടിച്ചു നിൽക്കുക ഒരുപാട് മക്കൾക്ക്, നമ്മളിപ്പോൾ ഉള്ളവർക്ക് ദുഷ്കരമാണ്. ആത്മീയ ജീവിതത്തിൽ അനധിസാധാരണമായ ഒരു ലെവലിലേക്ക് ഉയരുക പലർക്കും ദുഷ്കരമാണ്, സാധിക്കണില്ലെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഈ ആലയത്തിൽ നമ്മൾ ഈ സമയം നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ഒരുപാട് അസാധ്യതകളുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ, നടക്കില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് കാര്യങ്ങളുടെ മുമ്പിൽ ഞാനും നിങ്ങളും ഇന്നിരിക്കുമ്പോൾ, ദുഷ്കരമായി എനിക്ക് ജീവിതത്തിൽ തോന്നുന്ന എല്ലാം ദുഷ്കരം. കുടുംബജീവിതം വളരെ ദുഷ്കരമാണെന്നില്ലേ? ദാമ്പത്യ ജീവിതം പോലും 5-6 മാസം കഴിയുമ്പം ഡൈവോഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നു. എല്ലാം ദുഷ്കരമായിട്ട് തോന്നുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ദുഷ്കരമായ അനുഭവങ്ങളുടെ നടുവിൽ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്: അസാധ്യമായതിനെ സാധ്യമാക്കുന്ന, ദുഷ്കരമായതിനെ വളരെ ലളിതമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. വലതുകരത്തിൽ എന്ന് പറയാം ഹല്ലേലൂയ. ഒരു സുവിശേഷകൻ്റെ ഒരു അനുഭവം വായനയിൽ ഇടയിൽ കിട്ടിയത് ഓർക്കുകയാണ്. നമുക്ക് സുപരിചിതനാണ് അദ്ദേഹം. സിഖ് മതത്തിൽ ജനിച്ച് ഒരുപാട് വർഷക്കാലം ആ മതത്തിൻ്റെ നിയമങ്ങൾക്ക് അനുഷ്ഠിച്ചു പോന്ന സാധു സുന്ദർ സിംഗ്. എനിക്ക് തോന്നുന്നു എല്ലാ ക്രൈസ്തവ സമൂഹങ്ങൾക്കും ഒരു സ്വീകാര്യനായ ഒരു മിഷണറിയാണ്. അങ്ങനെ അദ്ദേഹം ജീവിതത്തിൻ്റെ ഏടുകളിൽ കർത്താവായ ക്രിസ്തുവിനെ കണ്ട് അറിഞ്ഞ് അനുഭവിച്ച് ആ യേശുവിനെ രക്ഷിതാവും നാഥനുമായിട്ട് സ്വീകരിച്ചു. ഈശോയുടെ സ്നേഹം ആ മനുഷ്യനെ മറ്റൊരു മനുഷ്യനാക്കി മാറ്റി. അങ്ങനെ പിന്നീടുള്ള കാലഘട്ടമെല്ലാം കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന ഒരു വലിയ മിഷനറിയായി ഈ മനുഷ്യനെ കർത്താവ് ഉയർത്തുകയാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ടിബറ്റിൽ ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൽ നിയുക്തനായി. അങ്ങനെ അവിടെയുള്ള ഒരു വലിയ അപരിഷ്കൃതമായ ഒരു ഗ്രാമത്തിൽ ഇദ്ദേഹം കർത്താവായ യേശുവിനെ കുറിച്ച് പറയുകയാണ്, കാണുന്നവരോടും കേൾക്കുന്നവരോടൊക്കെ. നമ്മുടെയൊക്കെ അടിസ്ഥാനപരമായ വിളി അത് തന്നെയാണല്ലേ? ഈ മനുഷ്യൻ ഈ വിളി തിരിച്ചറിഞ്ഞ് കർത്താവിനെ കൊടുക്കുകയാണ്. ഞാൻ കണ്ടറിഞ്ഞ ഈശോ, ഞാൻ അനുഭവിച്ച യേശുവിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഫലമായി ആ ഗ്രാമത്തിലുള്ള അനേകർ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അതൊന്നും സംഭവിക്കുകയാണ്. വചനത്തിൻ്റെ ശക്തി അത്ര വലുതാണ്. മനസാന്തരത്തിലേക്ക് ജനത്തെ നയിക്കും, നമുക്കറിയാം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ആ ഗ്രാമത്തിലാകമാനം ഇത് വലിയ ചർച്ചാ വിഷയമായി. മറ്റൊരു സ്ഥലത്ത് നിന്ന് വന്ന ഒരു മിഷനറി തങ്ങളുടെ ആൾക്കാരെ ആ മതം മാറ്റുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അന്നും ഇന്നും അങ്ങനെ തന്നെയാണത്.
അങ്ങനെ അവിടുത്തെ ഗ്രാമത്തലവൻ്റെ ചെവികളിൽ ഈ വാർത്ത എത്തുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഈ മിഷനറിയെ പിടിച്ചു കെട്ടി അവർ ന്യായവിസ്താരത്തിനായിട്ട് ഹാജരാക്കുകയാണ്. അങ്ങനെ അവിടെ പ്രിയപ്പെട്ടവർ, ഈ ടിബറ്റിൽ ഇങ്ങനെയുള്ള ക്രൂരമായ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആ ദേശത്തിൻ്റെ ആ ഗ്രാമത്തിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും ക്രൂരവും പൈശാചികവുമായ എന്ന് അങ്ങനെ വേണമെങ്കിൽ പറയാം, അങ്ങനൊരു ശിക്ഷാവിധി ഈ സാധു സുന്ദർ സിംഗിന് നടപ്പിലാക്കുകയാണ്. ഒരു സ്ഥലത്തും ബാധിക്കാനില്ല ഈ മനുഷ്യന്, യേശുവല്ലാതെ മറ്റാരുമില്ല. അതെന്താണെന്ന് അറിയാമോ? ശിക്ഷാവിധി ഒരു അഗാധമായ ഗർത്തം, ഒരു കിണർന്ന് പറഞ്ഞാൽ മതിയാവില്ല, അനേക മീറ്ററുകൾ ആഴമുള്ള ഒരു വലിയ ഗർത്തത്തിലേക്ക് കൈകാലുകൾ കെട്ടി വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. വലിയൊരു സിമെൻറ്റ് സ്ലാബ് കൊണ്ട് അതിൻ്റെ കിണറിൻ്റെ മേൽഭാഗം മൂടും. അങ്ങനെ ജീവനോടെയാണ് ചെയ്യണത്. അപ്പം 3-4 ദിവസമൊക്കെ അവിടെ കിടന്ന് ആൾ ക്ലോസായി കിട്ടും. അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഈ സാധു സുന്ദർ സിംഗിനെ ഈ ഗ്രാമത്തലവൻ്റെ അനുയായികൾ പിടിച്ചുകെട്ടി കിണറ്റിൽ തള്ളിയിടുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഇങ്ങനെയാണ് പറയണത്: ഈ മീറ്ററുകൾ അടിയുള്ള ഈ കിണറ്റിലേക്ക് വീണപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സുബോധം നഷ്ടപ്പെട്ടു, കൈകാലുകളൊക്കെ ഒടിഞ്ഞു. അത്രേ സംഭവിച്ചുള്ളൊന്നും വലിയ കാര്യമില്ലേ, കൈകാലുകളൊക്കെ ഒടിഞ്ഞു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഏതാനും നിമിഷം അദ്ദേഹത്തിന് സുബോധമില്ല. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സുബോധം വരികയാണ്. ആ സമയത്ത് എവിടെ നിന്നോ വന്ന സൂര്യൻ്റെ പ്രകാശരശ്മികളാൽ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. ചുറ്റുപാടിലേക്ക് അദ്ദേഹം നോക്കിയപ്പോൾ ഇതാ പല സ്ഥലങ്ങളിലും ചിന്നിച്ചിറക്കിടക്കുന്ന മാംസകഷണങ്ങൾ. ചിലർ അസ്ഥിയുണ്ട്, അസ്ഥി ഇല്ലാത്തതുണ്ട്, പല രീതിയിലും ഉള്ള അസ്ഥികൾ. എന്താണത്? ഇതിൻ്റെ മുൻപ് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തവരുടെ ഡെഡ് ബോഡികളാണ്. പഴയതൊക്കെ എല്ലായി മാറി പുതിയതൊക്കെ നല്ല ദുർഗന്ധം വമിച്ച് പുഴുക്കളരിച്ച് ചുറ്റുപാടും ഇങ്ങനെ മാംസകഷ്ണങ്ങൾ കിടക്കുകയാണ്. വളരെ ദയനീയമായൊരു അന്തരീക്ഷം. ഇദ്ദേഹത്തിൻ്റെ കൈകാലുകൾ കെട്ടപ്പെട്ട നിലയിലാണ്. അങ്ങനെ ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി. എന്ത് മനസ്സിലായി? ഇതിനു മുൻപ് ഈ ശിക്ഷാവിധി നടപ്പാക്കി കിണറ്റിലെറിഞ്ഞ ഒരുവൻ പോലും രക്ഷപ്പെട്ടിട്ടില്ല. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് കൂട്ടുകാരായിട്ട്. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ആ സമയത്ത് ആ മനുഷ്യന് വേണമെങ്കിൽ അവിടെ കിടന്ന് ദൈവത്തെ പഴിക്കാം. എൻ്റെ ജീവിതത്തിൻ്റെ ഇത്രയും നാൾ ഞാൻ യേശുവിന് വേണ്ടി ജീവിച്ചിട്ട് എനിക്ക് ഗതി വന്നല്ലോ, അങ്ങനൊന്നുമല്ല അദ്ദേഹം ചിന്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഇങ്ങനെ എഴുതി വെക്കുകയാണ്: അവിടെ കിടന്നുകൊണ്ട് കൈകാലുകൾ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ അദ്ദേഹം സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. രണ്ടാമതായി യേശുവിൻ്റെ രക്ഷാകരമായ നാമം അദ്ദേഹം വിളിച്ചു പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. വലതുകൈ ഉയർത്തി എന്ന് പറയാം, ഹല്ലേലൂയ. വലിയൊരു സന്ദേശമാണ് പരിശുദ്ധാത്മാവ് നൽകുന്നത്. എൻ്റെ പ്രിയവരെ, ഇന്ന് ഈ രാത്രിയിൽ കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് വചനം കേൾക്കുമ്പോൾ ഒരുവേള സമാനമായ അനുഭവത്തിലൂടെയാകാം ഞാനും നിങ്ങളും ഒക്കെ കടന്നു പോകുന്നത്. എല്ലാ അർത്ഥത്തിലും കെട്ടപ്പെട്ട അവസ്ഥ. കടബാധിതകളാൽ കെട്ടപ്പെട്ടവരുണ്ടാകാം. പാപത്താൽ കെട്ടപ്പെട്ട് ഈ അവസ്ഥയിൽ നിന്ന് എനിക്ക് വിടലില്ലോ എന്ന് ചിന്തിക്കുന്ന വ്യക്തികളും കുടുംബങ്ങളും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുണ്ടാകാം. ചുറ്റും ദുർഗന്ധം വമിക്കുന്ന അവസ്ഥ പോലെ മനസ്സ് മടുപ്പിക്കുന്ന അനുഭവങ്ങളും കണ്ണുനീരിൽ കുതിർന്ന ജീവിതങ്ങളും നമ്മുടെ കൂടെ ഉണ്ടാകാം. പരിശുദ്ധാത്മാവ് അവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു അവസ്ഥയിൽ ഈ മനുഷ്യൻ ഇതിനു മുൻപ് ഇവിടെ നിന്ന് ആരും രക്ഷപ്പെട്ടില്ല എന്ന് ചിന്തിച്ച് നിരാശയിലേക്ക് പോയില്ല. മറിച്ച് തന്നെ ആര് വിളിച്ചുവോ, ആരെ താൻ സേവിക്കുന്നുവോ ആ ദൈവത്തിൻ്റെ നാമം വിളിച്ച് ഈ മനുഷ്യൻ അവിടെ കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. വലതുകൈ പറയാം, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിൽ നമ്മൾ നേരത്തെ കണ്ടു, സഭാ പ്രബോധനം അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ദൈവശക്തിയാണ് ഈ പ്രാർത്ഥന. ദുഷ്കരമായതിനെ ലളിതമാക്കുന്ന ശക്തി ഈ പ്രാർത്ഥനയിലൂടെ ഒരു ദൈവ പൈതൽ ലഭിക്കുകയാണ്. ലൂക്കാ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 21-ാം തിരുവചനത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക്, ഒരു സമൂഹത്തിന്, ഒരു ദേശത്തിന് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായി വചനം പഠിപ്പിക്കുകയാണ്. ലൂക്ക 3:21, അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. രണ്ടാമതായി പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നു. മൂന്നാമതായി സ്വർഗത്തിൽ നിന്നൊരു സ്വരം
കേട്ടു എന്ന് പറഞ്ഞാൽ അവന് ഉത്തരം ലഭിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് കർത്താവ് ഒരുക്കിയിരിക്കുന്ന സമ്മാനം. യേശുക്രിസ്തു പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ച അതേ കാര്യം യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഒരു വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ, ഒരു കൂട്ടായ്മയിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ, ഒന്നാമതായി അവൻ്റെ മുമ്പിൽ സ്വർഗം തുറക്കപ്പെടും. കർത്താവിൻ്റെ ഉറപ്പാണ്. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. അതുകൊണ്ടാണ് കരിസ്മാറ്റിക് കൂട്ടായ്മകളിൽ, ധ്യാന കേന്ദ്രങ്ങളിൽ ആ സ്വർഗം തുറക്കപ്പെടുന്ന അനുഭവം അനേകർക്ക് ലഭിക്കുന്നത്. രണ്ടാമതായി പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ മേൽ, സമൂഹത്തിൻ്റെ മേൽ ഇറങ്ങി വരും യേശുനാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലേ? അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഈ പരിശുദ്ധാത്മശക്തി ഇറങ്ങി വരുന്നത്. മൂന്നാമതായി സ്വർഗത്തിൽ നിന്നൊരു സ്വരം കേട്ടു അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. എൻ്റെ പ്രിയരെ, സമീപസ്ഥരും വിദൂരസ്ഥരുമായി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്ക് ഇന്ന് പ്രാർത്ഥനയിലൂടെ തുറക്കുവാൻ അഭിഷേകം കർത്താവ് നൽകുകയാണ്. പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മുടെ ജീവിതങ്ങളെ നവീകരിക്കുകയും ഉണർത്തുകയും ചെയ്യുകയാണ്. ദൈവ ശബ്ദം കേൾക്കുവാൻ ഇന്ന് കർത്താവ് അനേകർക്ക് ഈ ശുശ്രൂഷയിൽ ഭാഗ്യം നൽകുകയാണ്. ഹല്ലേലൂയ. കരങ്ങളൊന്ന് വീശി പറയാമോ? ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് പ്രാർത്ഥനയുടെ ഒരു തലം. ഇന്ന് അനേക മനുഷ്യർ ആത്മാവിൽ അഭിഷേകം പ്രാപിക്കാത്തതിനും ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കാത്തതിനും പല കാരണങ്ങളിൽ ഒന്ന്, ഇങ്ങനെയുള്ള കെട്ടപ്പെട്ട ജീവിതത്തിൻ്റെ പ്രതികൂല അനുഭവങ്ങളിൽ അവർ പ്രാർത്ഥനയ്ക്ക് പകരം പരാതിയുടെയും പിറുവിറുപ്പിൻ്റെയും ഒരു ലോകത്തിലേക്ക് മാറിപ്പോകുന്നു. ഹോസിയ പ്രവചനത്തിൽ ഒരു വചനത്തിൻ്റെ സന്ദേശമുണ്ട്. 7:14 ഹോസിയ 7:14 ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: നിങ്ങൾ ഹൃദയം നൊന്ത് എന്നെ വിളിച്ചപേക്ഷിക്കേണ്ടതിന് പകരം എന്തേ കിടക്കയിൽ കിടന്ന് വിലപിക്കുന്നുവെന്ന് ദൈവമായ കർത്താവ് നമ്മളെ നോക്കി ചോദിക്കുകയാണ്. എന്താണ് പറയുന്നത്? സത്യത്തിൽ ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു രോഗം വരുമ്പോൾ, ഒരു പ്രതികൂലം വരുമ്പോൾ, കുടുംബത്തിൽ ഒരു തകർച്ച വരുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവം പറയുന്നു? നിങ്ങൾ ഹൃദയം നൊന്ത് എന്നെ വിളിച്ചപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. പകരം നമ്മൾ ചെയ്യുന്നത് എന്താണ്? പകരം നിങ്ങൾ കിടക്കയിൽ വീണ് വിലപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിലാപങ്ങൾ ഒരിക്കലും പ്രാർത്ഥനയല്ല. വിലാപം എന്ന് പറഞ്ഞാൽ അത് പരിദേവനങ്ങളാണ്, അത് പരാതിയാണ്, പിറുപിറുപ്പാണ്. അനേകം മനുഷ്യർ എനിക്കറിയാം, സഹനത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ, അവർ വിലപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാൾ ഞാൻ പള്ളിയിൽ പോയിട്ടും എൻ്റെ ദൈവം എനിക്കിതാണല്ലോ വരുത്തിയത്. അത് വിലാപമാണ്. വിലാപങ്ങൾ ഒരിക്കലും അനുഗ്രഹത്തെ കൊണ്ടുവരികയില്ല. ഇത്രയും നാൾ ഞാൻ വിശുദ്ധമായി ജീവിച്ചിട്ടും എനിക്ക് ഇങ്ങനെ ഒരു ജീവിത പങ്കാളിയാണോ കിട്ടിയത്? കർത്താവിന് വേണ്ടി ജീവിച്ചിട്ടും എൻ്റെ മക്കൾക്ക് ഈ ഗതിയാണല്ലോ വന്നത്. അനേകർ കിടക്കയിൽ കിടന്ന് വിലപിക്കുന്നതായി ദൈവത്തിൻ്റെ ആത്മാവ് കാണുകയാണ് ഈ രാത്രിയിൽ. അവരോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്: മകനെ, ഈ സാഹചര്യത്തിൽ നീ ചെയ്യേണ്ടത് നിന്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ഹൃദയം നുറുങ്ങി, ഹൃദയം നൊന്ത് നിലവിളിക്കുകയാണ് ചെയ്യേണ്ടത്. വലതുകൈ ഉയർത്തി എന്ന് പറയാം, ഹല്ലേലൂയ. ഇതാണ് സത്യത്തിൽ പ്രാർത്ഥന, ഹൃദയം നൊന്ത് നിലവിളിക്കുക. രണ്ടാമതായി സാധു സുന്ദർ സിംഗ് ചെയ്തത്, അവൻ യേശുവിൻ്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. വലതുകൈ ഉയർത്തി പറയാം, ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത്, ദൈവം പ്രാർത്ഥനയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമെങ്കിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തെ സ്തുതിക്കുന്നവരായി മാറണം, ദൈവകരങ്ങൾ സ്വീകരിക്കുന്നവരായി മാറണം, പരാതിയല്ല. പ്രിയപ്പെട്ടവർ, ഇത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം പരാതി പറയുകയാണ് മനുഷ്യരോടും ദൈവത്തോടും. അതിലൂടെ നാം പറയാതെ പറയുന്നത് സത്യത്തിൽ എന്താണ്? ദൈവം ഇങ്ങനെ ആയിരുന്നില്ല എന്നോട് ചെയ്യേണ്ടത്. ഇതാണ് ഈ പരാതിയുടെ അടിസ്ഥാനം. ദൈവത്തിന് എന്തോ മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ, ഒരു ജീവിത പങ്കാളി ഈ ജീവിത പങ്കാളി ആയിരുന്നില്ല എനിക്ക് ലഭിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ കണക്കല്ല തെറ്റിയത്, ദൈവത്തിന് എന്തോ മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്നു. അതാണ് ഈ പരാതി ഒരു അടിസ്ഥാനം. ഈ പരാതിയുടെ അടിസ്ഥാനം മറ്റൊന്ന് ദൈവത്തെ വിശ്വാസമില്ലായ്മയാണ്. ദൈവത്തിൻ്റെ അനന്തജ്ഞാനത്തിൽ ദൈവം എനിക്കൊരുക്കിയതെല്ലാം നന്മയ്ക്കാണെന്ന് വിശ്വസിക്കുന്നവൻ ആ ജീവിതത്തിൻ്റെ എതിരനുഭവങ്ങൾ എന്ത് ചെയ്യും? അവൻ വർഷിപ്പ് ചെയ്യും, ദൈവത്തിന് നന്ദി പറയും. രണ്ട് രീതിയിലുള്ള പ്രാർത്ഥനയാണുള്ളത്. ഒന്ന്, സഹനങ്ങളിൽ പരാതിയും പിറുപിറുപ്പും ഉയർത്തുക. എൻ്റെ കർത്താവ് എന്നോട് ഇത് ചെയ്തു,
എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ, ദൈവം ഇങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടത്. ദൈവത്തിനാണ് മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്നത്. അവൻ്റെ നീതി അത് ശരിയല്ല, അവൻ്റെ ഈ തീരുമാനം ന്യായയുക്തമല്ല. അതാണ് നാം പരാതിയിലൂടെ പറയുന്നത്. എന്നാൽ വർഷിപ്പ് എന്ന് പറയുന്നത് ദൈവത്തെ ദൈവമായി അംഗീകരിക്കലാണ്. പരതീർത്തി പറയാം ഹല്ലേലൂയ. അപ്പൊ ഏറ്റവും പരമമായ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ വർഷിപ്പാണ്, സ്തുതി. അതാണ് ഈ കൃതജ്ഞത. ബലിയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത്, കൃതജ്ഞതയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ജീവിതത്തിന്റെ ഒരു എതിരനുഭവങ്ങൾ നമുക്കുണ്ടായാൽ അവിടെ നാം സ്തുതിക്കുമ്പോൾ നാം പറയാതെ പറയുന്നത് ദൈവം തന്നെയാണ്. യെസ്, ദൈവത്തിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഈ പരീക്ഷ പരാജയത്തിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് ദൈവത്തിൻ്റെ അനന്തജ്ഞാനമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് തന്നെ അർത്ഥം. അതുകൊണ്ട് ഈ രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ എതിരനുഭവങ്ങളിൽ നാം ദൈവത്തെ സ്തുതിക്കുക. ഇതൊരു പുതിയ പാഠമല്ല. ആരംഭ കാലഘട്ടങ്ങൾ തൊട്ട് സഭയിലെ വിശ്വാസികളും വിശുദ്ധരും നമ്മളെ പഠിപ്പിച്ച മനോഹരമായ പാഠമാണ് ദൈവത്തെ സ്തുതിക്കുക. വലതുകൈ ഉയർത്തി പറയാം ഹല്ലേലൂയ. കരങ്ങളൊന്ന് വീശി പറയാം ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു, ജീവിതത്തിൻ്റെ ഒരു എതിരനുഭവത്തിൽ ദൈവത്തെ നാം വാഴ്ത്തുമ്പോൾ ദൈവത്തെ ദൈവമായി അംഗീകരിക്കുന്നു, ദൈവത്തിന് തെറ്റുപറ്റിയിട്ടില്ല എന്ന് സമ്മതിക്കുന്നു, ആത്യന്തികമായി ദൈവത്തിൽ വിശ്വസിക്കുന്നു. വിശ്വസിച്ചാൽ നാം ദൈവമഹത്വം ദർശിക്കും. ചുരുക്കം പറഞ്ഞാൽ പുതിയ നിയമം മുഴുവൻ പഠിക്കുമ്പോൾ വിശ്വസിക്കുന്ന വ്യക്തികളിലാണ് ദൈവകൃപ ഒഴുകുന്നത് എന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ട് എന്നുള്ളതല്ല വിശ്വാസം, അത് പിശാചിനും ഉണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ അതിരനുഭവങ്ങളിലും ദൈവം തന്നെയാണ്. അവന് തെറ്റുപറ്റില്ല, അവൻ എൻ്റെ സ്നേഹപിതാവാണ്, അവൻ തൻ്റെ അനന്തമായ ജ്ഞാനത്തിൽ എനിക്ക് ഒരുക്കിയതെല്ലാം നന്മയാണെന്നുള്ളതാണ് ശരിയായ ദൈവവിശ്വാസം. അല്ലാത്ത വിശ്വാസം അടിസ്ഥാനമില്ലാത്തതാണ്. ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസം പിശാചിനുമുണ്ട്. അപ്പോൾ ഒരു വിശ്വാസം അടിസ്ഥാനപരമായി അത് കൃത്യതയുള്ളതാണെങ്കിൽ എല്ലാ അവസരങ്ങളിലും പരാതി കൂടാതെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കണം. വലതുകൈ ഉയർത്തി പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇവിടെ ഇതാണ് സംഭവിച്ചത്. ഈ സാധു സുന്ദർ സിംഗ് എന്ന മനുഷ്യൻ ഈ അവസ്ഥയിലും ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തെ ആരാധിച്ചു. രണ്ട് കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. ഏത് ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിലും ദൈവത്തെ സ്തുതിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. ദൈവസന്നിധിയിൽ ഹൃദയം തൊന്ന് നിലവിളിക്കുന്നവരായി നാം മാറണം. യെശയ്യാ 58:9 നമ്മൾ വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിച്ചാൽ ഇതാ ഞാനെന്ന് മറുപടി പറയും. എന്താണ് രണ്ടും തമ്മിലുള്ള മാറ്റം? പ്രാർത്ഥനയും നിലവിളിയും തമ്മിലുള്ള മാറ്റം എന്താണ്? ബൈബിൾ പഠിപ്പിക്കുന്നു, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിച്ചാൽ നിലവിളിക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ ദൈവം ഇറങ്ങി വരികയാണ്. സാധു സുന്ദർ സിംഗിൻ്റെ ജീവിതത്തിൽ ദൈവം ഇറങ്ങി വരികയാണ്. അതാണ് നിലവിളിയുടെ മാറ്റം. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഒരു വ്യക്തി ഒരു നിമിഷം ശ്രദ്ധിക്കൂ, അദ്ദേഹം ഇങ്ങനെ മാവേൽ കയറി പോവുകയാണ്, ശിഖരങ്ങൾ പിടിച്ച്. അങ്ങനെ മാവേൽ കയറി മാങ്ങ പറിക്കാൻ ആ മുകളിലെത്തുമ്പോൾ ആ പിടിക്കമ്പ് അങ്ങോട്ട് പൊട്ടിപ്പോവുകയാണ്. എന്താണ് ചെയ്യുന്നത്? രക്ഷപ്പെടാൻ അദ്ദേഹം, പ്രാർത്ഥനയുടെ മനുഷ്യൻ എന്ത് ചെയ്യും? അദ്ദേഹം ഒരു കുരിശിൻ്റെ വഴി ചൊല്ലി ഇവിടുന്ന് രക്ഷപ്പെടാൻ ചിന്തിക്കുമോ? ആ ഒരു ദുഃഖത്തിൻ്റെ രഹസ്യം എങ്ങനെ രക്ഷപ്പെടണം ചിന്തിക്കില്ല. അപ്പോഴെന്താണ് അവൻ ചെയ്യുന്നത്? അതാണ് നിലവിളി, പിടിവിട്ടുള്ള വിളിയാണ് നിലവിളി. നമ്മൾ പലപ്പോഴും ഈ ബുദ്ധിയിലും ശക്തിയിലും വരുമാനത്തിലൊക്കെ ഒരു കൈ പിടിച്ച് ആ സ്വന്തം യുക്തിയിലൊക്കെ ആശ്രയിച്ച് ഉള്ള ഒരനുഭവത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ഇതാ ഞാനെന്നുള്ള സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റണില്ല. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്. എപ്പോഴാണ് എങ്ങനെയാണെന്ന് അറിയത്തില്ല, ദൈവം അത് ചെയ്യും. എന്നാൽ നിലവിളിക്ക് മുമ്പിൽ ഇതാ ഞാനെന്ന് അരുളി ചെയ്ത് അവൻ ഇറങ്ങി വരും. പ്രസന്റ്, അവിടുത്തെ സാന്നിധ്യം നൽകും. ഇതാണ് സാധു സുന്ദർ സിംഗിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഈ മനുഷ്യൻ അവിടെ നിന്ന് കർത്താവായ യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചു. ഈ കിടക്കുന്ന കിടപ്പിൽ ഇതിനു മുൻപുള്ള ആരും ഇവിടുന്ന് രക്ഷപ്പെട്ടില്ലെന്നുള്ള ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇന്ന് ഈ വചന ശ്രവണത്തിൽ പങ്കെടുക്കുമ്പോൾ നാം അസാധ്യതകളിലേക്കല്ല നോക്കേണ്ടത്, അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവസന്നിധിയിലേക്ക് ഈ രാത്രിയിൽ നാം കരവും ഹൃദയവും ഉയർത്തണം. ഹൃദയം നൊന്ത് നാം ദൈവസന്നിധി നിലവിളിക്കുമ്പോൾ അവിടെ നാം ദൈവത്തെ അംഗീകരിക്കുന്നു, ദൈവത്തെ ഏറ്റുപറയുന്നു, അവൻ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ഈ രാത്രിയിൽ നമ്മുടെ കുടുംബങ്ങളിൽ, ദേശങ്ങളിൽ വെളിപ്പെടും. വലതുകൈ ഉയർത്തി പറയാം ഹല്ലേലൂയ.
അങ്ങനെ ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതാനും സമയത്തൊന്നും സംഭവിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വലിയ ഗർത്തത്തിൻ്റെ സ്ലാബ് പതുക്കെ പതുക്കെ മാറുന്നതായി ഇദ്ദേഹം കണ്ടു. ഏതാനും സെക്കൻഡുകൾ കൂടി വീക്ഷിച്ചപ്പോൾ അതിലൂടെ ഒരു കയർ താഴേക്ക് ഇറങ്ങി വരുന്നതായി ഇദ്ദേഹം കാണുകയാണ്. ഒരു സ്വപ്നമാണെന്ന് അദ്ദേഹം ചിന്തിച്ചു. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഈ കയർ അടുത്തെത്തിയപ്പോൾ ആ കയറിന്മേൽ പിടിക്കുക എന്നുള്ളൊരു അശരീരി ഇദ്ദേഹം കേൾക്കുകയാണ്. ഈ സമയത്ത് തന്നെ ഇദ്ദേഹത്തെ ബന്ധിച്ചിരുന്ന കയറുകളെല്ലാം പൊട്ടിപ്പോയി. ഇദ്ദേഹം ആ കയറിൽ മുറുകെ പിടിച്ചു. ആരോ തന്നെ വലിച്ചു കയറ്റുന്നതായി അദ്ദേഹം കണ്ടു. കിണറിന് പുറത്തെത്തിയപ്പോൾ ആ സ്ലാബ് പഴയപടിയിലാകുന്നത് അദ്ദേഹം കാണുകയാണ്. ഒരു കാര്യം അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. താൻ ആരെ വിളിച്ചു പ്രാർത്ഥിച്ചുവോ, താൻ ആരെ സ്തുതിച്ചുവോ, ഈ പ്രതികൂലങ്ങളിൽ താൻ ആരെ മഹത്വപ്പെടുത്തിയോ, ആ യേശു കർത്താവ് ഇതാ ഇറങ്ങി വന്ന് എന്നെ രക്ഷിച്ചിരിക്കുന്നു. വലതുകൈ ഉയർത്തി പറ ഹല്ലേലൂയാ. കരങ്ങളൊന്ന് വീശി പറ ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രാത്രിയിൽ ആ ദൈവം നമ്മുടെ ജീവിതങ്ങളിലേക്ക് വരികയാണ്. നിലവിളി കേൾക്കുന്നവനായ ദൈവം വരികയാണ്. ആ മകൻ പ്രാർത്ഥിച്ചത് യേശുവിൻ്റെ നാമം വിളിച്ചാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് യേശു എന്ന രക്ഷാനാമത്തെ വിളിച്ച് നമ്മൾ ഈ ആയിരിക്കുന്ന അവസ്ഥയിൽ പ്രാർത്ഥിക്കണം. അപ്പോസ്തല പ്രവർത്തനം 4:12 നമുക്കറിയാം. ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ എന്നാണ് എഴുതപ്പെട്ട്. ഞാൻ ഇപ്പോൾ നോട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. യേശുവിൻ്റെ നാമം എവിടെയാണ് നൽകപ്പെട്ടിരിക്കുന്നത്? ആ മനുഷ്യരുടെ ഇടയിൽ എന്ന് പറഞ്ഞെന്താണ്? പിതാവായ ദൈവം ഈ രക്ഷാനാമം നൽകിയത് ആ താപസ വര്യന്മാർ തപസ് ചെയ്യുന്ന വനാന്തരങ്ങളിലല്ല, ശൂന്യത ഓരിയിടുന്ന മലനാരണ്യങ്ങളിലല്ല, മറിച്ച് മനുഷ്യരുടെ ഇടയിലാണെന്ന് പറഞ്ഞാൽ പച്ചയായ ജീവിത പ്രശ്നങ്ങളിലാണ് പിതാവ് യേശുവിൻ്റെ നാമം നൽകിയത്. ഒന്നാമതായി. രണ്ടാമതായി, നമ്മെ വെറുക്കുന്ന, നമ്മെ വഞ്ചിച്ച, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത മനുഷ്യരുടെ ഇടയിൽ യേശുവിൻ്റെ നാമം പിതാവ് നൽകി. വലതുകൈ ഉയർത്തി പറ ഹല്ലേലൂയാ. ഈ നാമം നമ്മൾ വിളിക്കുക, ഈ നാമത്തിൽ പ്രാർത്ഥിക്കുക. അവിടെ കർത്താവിൻ്റെ മഹത്വം ഇറങ്ങി വരും. കർത്താവിൻ്റെ ശക്തി അവിടെ വെളിപ്പെടും. രാത്രിയിൽ 121 സങ്കീർത്തനത്തിൽ സങ്കീർത്തകനായ ദാവീദ് വലിയൊരു പ്രതിസന്ധിയിലാണ്. ഒരു സൈന്യവും അവൻ്റെ പടയാളികളും തന്നെ വലയം ചെയ്യുന്നു. രാവും പകലും ഓടിക്കുകയാണ്. ഒരു രക്ഷയുമില്ല, ആരും സഹായത്തിനില്ല. രാജ്യം വിട്ടോടുകയാണ് ദാവീദ് 1 സങ്കീർത്തനങ്ങൾ ചോദിക്കുന്നുണ്ട്, ഞാൻ പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? ആരും എന്നെ സഹായിക്കാനില്ല. മരണം എൻ്റെ ചുറ്റുമുണ്ട്. ഭീതിയോടെ ആ മകൻ ചോദിക്കുകയാണ് ഒരു നിമിഷം, എൻ്റെ സഹായം എവിടെ നിന്നാണ് വരുന്നത്? പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദാവീദ് പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തിയപ്പോൾ അവൻ 2 കാഴ്ചകൾ കണ്ടു. 1 ആകാശം, 2 ഭൂമി. കണ്ണുകൾ ഉയർത്തിയപ്പോഴാണ് അവനത് കണ്ടത്. അവൻ്റെ മുമ്പിൽ ഒരു വെളിച്ചം പരിശുദ്ധാത്മാവ് സമയത്ത് കൊടുത്തു. മകനെ, ഈ ആകാശം സൃഷ്ടിച്ചതാരാണ്? ഈ ഭൂമിയെ മെനഞ്ഞതാരാണ്? ആ സൃഷ്ടാവിന് മാത്രമേ നിന്നെ സഹായിക്കാൻ കഴിയൂ എന്ന് അവൻ്റെ അന്തരംഗത്തിൽ പരിശുദ്ധാത്മാവ് മന്ത്രിച്ചു. ഈ ബോധ്യം അവനിൽ ഒരു ബലമായി നിറഞ്ഞപ്പോൾ അവൻ തന്നോടും ലോകത്തോടും വിളിച്ചു പറഞ്ഞു, എൻ്റെ സഹായം എൻ്റെ കർത്താവിൽ നിന്ന് വരും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നമുക്കൊരു നിമിഷം ആ ദൈവത്തിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാം. സൃഷ്ടാവിന് മാത്രമാണ് സൃഷ്ടിയെ സഹായിക്കാൻ പറ്റുള്ളൂ. നമ്മളെല്ലാം സൃഷ്ടികളാണ്. നമ്മുടെ പ്രശ്നം എത്ര സങ്കീർണമായിക്കൊള്ളട്ടെ, നമ്മെ സഹായിക്കാൻ ഈ ആകാശവും ഭൂമിയും എന്നെയും നിങ്ങളെയും മെനഞ്ഞ ഒരു ദൈവം ഈ രാത്രി ഇറങ്ങി വരികയാണ്. കണ്ണുകൾ ഒരു നിമിഷം നമുക്ക് ദയവായിട്ട് അടയ്ക്കാം. ഈ 2020 ആദ്യ മാസങ്ങളിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അധികമായ ശക്തിക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം മനസ്സുകൊണ്ടൊന്ന് ആഗ്രഹിക്കാം. അസാധ്യതകളെ സാധ്യമാക്കുന്ന, ദുഷ്കരമായതിനെ ലളിതമാക്കുന്ന ദൈവശക്തിയാണ് പ്രാർത്ഥന. പ്രാർത്ഥനയിലേക്ക് തിരിയാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് ഞാനും നിങ്ങളും കിടക്കയിൽ വീണ് വിലപിച്ച് പരാതിയുടെയും പിറുപിറുപ്പിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണോ? ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അവസ്ഥയെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കാം. എൻ്റെ ഈശോയെ, ഈ രോഗാവസ്ഥയെ, ഈ ബാധ്യതകളെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നു. അങ്ങയുടെ പ്രവൃത്തികളെ ഞാൻ ചോദ്യം ചെയ്തതിന് മാപ്പ് ചോദിക്കുന്നു. നിന്റെ വിധികളത്രയും ന്യായയുക്തമാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു.
ഈ ജീവിത പങ്കാളിയെ ഞാൻ അംഗീകരിക്കുന്നു. ഈ പരീക്ഷാ പരാജയത്തെ, തോൽവിയെ ഞാൻ ഓർത്ത് സ്തുതിക്കുന്നു. നീ തന്നെയാണ്, ദൈവമാണ് നീ. നമുക്ക് കർത്താവിനെ ആരാധിക്കാം. കണ്ണുകളൊന്ന് അടച്ച് കരങ്ങളൊന്ന് തുറന്നു പിടിക്കുക. സാധു സുന്ദർ സിംഗിനെ പോലെ കെട്ടപ്പെട്ട അനുഭവത്തിലാകാം ഞാനും നിങ്ങൾ കിടക്കുന്നത്. ചുറ്റുപാട് മൃതശരീരങ്ങൾ, രക്ഷയ്ക്കുള്ള ഒരു വഴിയുമില്ല, പ്രത്യാശയ്ക്കുള്ള ഒരു സാധ്യതയുമില്ല. എന്നാൽ അവൻ സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തിയപ്പോൾ സ്വർഗം അവന്റെ മുന്നിൽ തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് ആ കിണറ്റിലേക്ക് ഇറങ്ങി വന്നു. ദൈവത്തിന്റെ ഇടപെടൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടായി. രണ്ട് കരങ്ങളും നമുക്കും ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്താം. കർത്താവേ, രാത്രിയിൽ ഇതാ ഞങ്ങൾ ഒരുമിച്ച് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അങ്ങയുടെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ ഈ വേദനയിലേക്ക് ഇന്ന് കടന്നു വരണമേ. എൻ്റെ രോഗക്കിടക്കയിലേക്ക് രാത്രിയിൽ കടന്നു വരണമേ. എന്നെ ഗ്രസിച്ചിരിക്കുന്ന ഭയത്തിൻ്റെ, പാപത്തിൻ്റെ അടിമത്ത ചങ്ങലകളിലേക്ക് കടന്നു വരണമേ. സ്വതന്ത്രമായ ഒരു നിമിഷം നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, വാഴ്ത്തുന്ന ദൈവമേ, സ്തുതിക്കുന്ന ദൈവമേ, ആരാധിക്കുന്ന ദൈവമേ, അടിയനോടൊപ്പം കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ആയിരങ്ങൾക്ക് വേണ്ടി, ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പിതാവേ, കുടുംബങ്ങളിലേക്ക് ശക്തി അയക്കണമേ. രോഗക്കിടക്കയിലേക്ക് ഇറങ്ങി വരണമേ. പരാതികളും പിറുപിറുപ്പുകളും സ്തുതിപ്പുകളായി മാറ്റണമേ. ഹാല 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 ഹാല. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പുതിയ വർഷത്തിൽ പരിശുദ്ധാത്മാവിന്റെ അധികമായ ശക്തി എനിക്ക് വേണം. പ്രാർത്ഥനയിലേക്ക് എന്നെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മ ശക്തി കൂടാതെ നമുക്കാർക്കും പ്രാർത്ഥിക്കാൻ കഴിയില്ല. അവിടെ നമുക്ക് പാടാം, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണമേ. അവിടുത്തെ ബലം ഇന്ന് മുമ്പെന്നത്തെക്കാളും എനിക്ക് ആവശ്യമായിരിക്കുന്നു. എന്നെ സഹായിക്കണമേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. എല്ലാവരും ചേർന്ന് അതരം തുറന്നു പാടുന്നു. ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. കർത്താവേ, കരങ്ങളൊന്ന് ഉയർത്തി അടിച്ചാലോ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ആയിരങ്ങളുടെ മേൽ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കരങ്ങൾ താഴ്ത്തി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, കൃപകൾക്കും വരങ്ങൾക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ആത്മീയ ജീവിതം പുതുക്കപ്പെടണം. ഈ പുതുവർഷത്തിന്റെ പുതിയ ചൈതന്യം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സകല വ്യക്തികൾക്കും നൽകണമേ. പ്രാർത്ഥനയുടെ വരങ്ങൾ നൽകണമേ. കൃപകളും വരങ്ങളും എൻ്റെ വ്യക്തി ജീവിതത്തിൽ ജ്വലിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തനം 6:8 സ്തെഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് ജനമധ്യത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. കൃപകളും വരങ്ങളും എന്നിലും എൻ്റെ സമൂഹത്തിലും കൂട്ടായ്മയിലും ജ്വലിക്കട്ടെ. സഭാ സമൂഹങ്ങളിൽ പുതിയ കൃപകൾ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ആഗ്രഹിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരുന്നി വളർന്നിടുവാൻ. ആമേൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരുന്നി വളർന്നിടുവാൻ. ഓ സ്തോത്രം. മഴയെ വീണ്ടും അയക്കണമേ. ഒരു മഴ, ആത്മീയ മഴയയക്കണമേ. കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിനെ വിളിച്ചു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഓ സ്തോത്രം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കണ്ണുകൾ അടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ലോകത്തിന്റെ മോഹങ്ങൾ വിട്ടോടുവാൻ സാത്താന്റെ ശക്തി അതിജീവിക്കുന്ന ആത്മീയ ശക്തി എനിക്ക് നൽകണമേ. ജഡത്തെ തോൽപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല കർത്താവേ. ലോകം പലപ്പോഴും എന്നെ കീഴടക്കുന്നു, തിന്മ എന്നെ തകർക്കുന്നു കർത്താവേ. ഇതിന്റെ മേൽ ഉയർന്നു നിൽക്കുവാൻ ഒരാത്മീയ ശക്തി എനിക്ക് നൽകണമേ. രണ്ട് കരം ഉയർത്തി പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കുന്നു. റൂഹോ, റൂഹോ.
ശക്തി അയക്കണമേ, അധിക ശക്തി അയക്കണമേ, അത്ഭുത ശക്തി അയക്കണമേ, സൗഖ്യ ശക്തി അയക്കണമേ, വിടുതൽ ശക്തി അയക്കണമേ. ഹാല 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 റൂഹാ. ചേർന്ന് പാടാം, ആഗ്രഹിച്ചു പാടാം. ലോകത്തിന്റെ മോഹം വിട്ട് ഓടുവാൻ, സാത്താന്റെ ശക്തി അതിജീവിക്കുവാൻ ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിക്കാം. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ, ഞങ്ങൾ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ, ഞങ്ങൾ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ധീരതയോടെ നിൻ സേവ ചെയ്യാൻ, പുതുവർഷത്തിലും അഭിഷേകം ചെയ്തിടണേ. ധീരതയോടെ അങ്ങയുടെ സേവ ചെയ്യുവാൻ, ദൈവവേല ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. ആഗ്രഹിച്ച് കരമുയർത്തിയടിച്ച് പരിശുദ്ധാത്മാവേ, അവർ ഹോളി സ്പിരിറ്റ് ശക്തി പകർന്നിടണേ. പതിനായിരങ്ങളുടെ മേൽ ഇറങ്ങി വരണമേ. ജനലക്ഷങ്ങളെ പരിശുദ്ധാത്മാവി രാത്രി ശക്തീകരിക്കണമേ. പകർന്നിടണേ. പ്രാർത്ഥനയുടെ ചൈതന്യം സഭാ സമൂഹങ്ങളിൽ നിറയട്ടെ. സ്തുതിയുടെ അഭിഷേകം കൂട്ടായ്മകളിൽ നിറയട്ടെ. ദൈവാരാധനയുടെ ശക്തി കുടുംബങ്ങളിൽ നിറയട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, യുവതി യുവാക്കൾ പ്രാർത്ഥനയുടെ ചൈതന്യം കൊണ്ട് നിറയട്ടെ. കരങ്ങളൊന്ന് വീശി ആരാധിക്കാം. ഹാല ഹാല ശിവേ. കണ്ണുകളടച്ച് ഇതാനേകളുടെ ഭക്തരുടെ മുമ്പിൽ സ്വർഗം തുറക്കപ്പെടുന്നു. അടഞ്ഞ ധാരാളം വാതിലുകൾ തുറക്കപ്പെടുന്നതായി ആത്മാവ് വെളിപ്പെടുത്തുന്നു. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുവേ എന്ന് വിളിക്കാമോ? ഭാഷാപരമുള്ളവർ ഭാഷാപരത്തിൽ ആരാധിച്ചു കൊള്ളുക. യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുനാമത്തിന്റെ അത്ഭുത ശക്തി കർത്താവേ രാത്രിയിൽ അയക്കണമേ. സൗഖ്യത്തിന്റെ ആത്മാവ് ഇപ്പോൾ ചിറകടിക്കട്ടെ. തളർവാദ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. തകർന്ന ദാമ്പത്യ ബന്ധങ്ങൾ പുനരുദ്ധരിക്കപ്പെടട്ടെ. ആത്മാവേ വരിക, തീയിടുക. ഒരു 3-4 മിനിറ്റ് സമയം ഭാഷാപരത്തിൽ എല്ലാവരും ദയവായി ആരാധിക്കുക. ഹാല 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 ഹാല. പതിനായിരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയുടെ ഒഴുക്കിനെ തടയുന്ന സകല എതിർ ശക്തികളും യേശുനാമത്തിൽ ഛിന്നഭിന്നമാകട്ടെ. ഹാല ഹാല. കുടുംബങ്ങളിലേക്ക് ദൈവശക്തി അയക്കണമേ. തലമുറകളെ നവീകരിക്കുന്ന ശക്തി ഇറങ്ങട്ടെ. ലോകത്തിന്റെ അരൂപിയെ തകർക്കുന്ന ശക്തി ഇറങ്ങട്ടെ. ഹാല ഹാല ഹാല. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ പോരാ. പുതിയത് പഴയത് പോരാ. പുതിയ കൃപ, പുതിയ അഭിഷേകം, പുതിയ ശക്തി. ഹാല 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 ഹാല. കർത്താവേ, 10,000-ങ്ങളെ ശ്രദ്ധിക്കണമേ. ജനലക്ഷങ്ങളെ അനുഗ്രഹിക്കണമേ. തകർന്ന കുടുംബങ്ങളെ കാണണമേ കർത്താവേ. പാപത്തിന്റെ അടിമത്ത ചങ്ങലകൾ തകർക്കണമേ കർത്താവേ. തിന്മയുടെ ആവാസത്തിൽ നിന്ന് വ്യക്തികളെ, കുടുംബങ്ങളെ, ദേശങ്ങളെ വിടുവിക്കണമേ. ഇതാ കർത്താവിന്റെ സാന്നിധ്യം അനേക ഭവനങ്ങളിലേക്ക് ഇറങ്ങുന്നു. യേശുവിന്റെ ആണിപ്പഴുതേറ്റ കരം ഇതാ അനേകരുടെ മേൽ നീളുന്നു. രക്ഷിക്കാൻ കഴിയാത്ത വിധം എന്റെ കരം കുറുകിപ്പോയിട്ടില്ല. കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. മാതാവേ, അസാധ്യമായതിനെ സാധ്യമാക്കുന്ന, ദുഷ്കരമായതിനെ ലളിതമാക്കുന്ന,
ദൈവശക്തിയിൽ പ്രാർത്ഥനയിൽ ശരണപ്പെട്ട് മുന്നോട്ട് പോകാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സഹായിക്കണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, സ്വസ്ഥാനങ്ങളിൽ ഇരിക്കും.